ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം 3.0യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ അതിഥികൾ ആരൊക്കെയെന്ന് കാണണ്ടേ? യെസ്, നീ പറഞ്ഞ മുത്തേ, ഞാൻ കൂടെ. അപ്പോൾ നമുക്ക് മത്സരം തുടങ്ങാൻ സമയമായി. അപ്പോൾ ഇന്ന് എടിഎമ്മിനെ കാണാൻ ആരൊക്കെ വന്നിരിക്കുന്നതെന്ന് നോക്കാം. രണ്ട് പേരാണ് വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് ആ രണ്ട് പേർ? ആലപ്പുഴ കി ജയ്, ആലപ്പുഴ കി ജയ്, ആലപ്പുഴ കി ജയ്. ഹോ, ഇത് പറഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസമാണെന്നറിയോ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? നീയൊക്കെ തൃശ്ശൂരല്ലേ, തൃശ്ശൂരെ കണ്ട് കണ്ട് മടുത്തു. ഇനി ആലപ്പുഴക്കാരെ കാണട്ടെ. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മളേ തൃശ്ശൂരേരങ്ങൾ ഉൾട്ടുണ്ടാവുക, ഓല അവിടെ നിന്ന് വരുമൊന്നുമില്ല. ആലപ്പുഴയിലെ കലവൂരിൽ നിന്നും നമുക്ക് സ്വാഗതം ചെയ്യാം. എടാ ഡേവി, ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ നമുക്ക്? എന്താടി? ഇത് ആലപ്പുഴയിൽ നിന്നും നല്ല സുന്ദരി മണികളായ കുട്ടികളാണ്. ഓ ആണോ? വരട്ടെ, കാണാം. ഇതാടാ ഞാൻ പറഞ്ഞ രണ്ട് സുന്ദരിമണികൾ. ആഹാ, ഇത് പറഞ്ഞ പോലെ നല്ല സുന്ദരിമണികളായ കുട്ടികളാണല്ലോ. ഇങ്ങനത്തെ കുട്ടികൾ ആലപ്പുഴയിലുണ്ടോ? പിന്നല്ല, ഇതിലപ്പുറം കടന്നവനാണ് നീ. ഈ അവിടുത്തെ ഏതെങ്കിലും കുട്ടികളെ കണ്ടുക്കണോ? അവിടെ ഒന്ന് ചെന്നോക്ക്, അപ്പൊ കാണാം. അപ്പൊ സുന്ദരിമണികളെ, സ്വാഗതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം 3.0യിലേക്ക്. എന്താ മക്കളെ, തീരെ ഉഷാറില്ലല്ലോ. ഉഷാറൊക്കെ അങ്ങോട്ട് എടുക്കേ. അങ്ങനെ വരട്ടെ. അല്ല, ഇതിലിപ്പോ ആരാ ചേച്ചി അനിയത്തിയും? ഞാനാണ് ചേച്ചി, ഇവളെ എന്റെ അനിയത്തി. അതെന്താ ചേച്ചി, എനിക്ക് പറയാൻ തൊള്ളക്കല്ലേ? ഞാൻ പറഞ്ഞോട്ടോ, എന്തൊക്കെ ഞാൻ പറഞ്ഞോട്ടെ, എന്റെ ചോദിച്ചാൽ മതി. എന്തിനാ അവിടെ അടി കൂടുന്നേ? ഏയ് ചുമ്മാതാ, അവൾക്ക് എപ്പോഴും അങ്ങനെ. അവൾക്ക് എല്ലാ കാര്യവും അവൾക്ക് തന്നെ പറയേണ്ടി വരും. ഇവളാൾ കൊള്ളാലോ. അപ്പൊ ഡൈനെ, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങാം. കുറെ ടൈം ആയില്ലേ? ആ ഓക്കെ ഡി, നീ ചോദിച്ചോ. അപ്പൊ മക്കളെ, നമുക്ക് ഇനി എടിഎമ്മിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് പൈസ വേണ്ടേ? ആ ചേച്ചി, വേഗം ചോദിക്ക്. ആ എന്താ അവളെ ആകാംക്ഷ? ആ ചോദിക്ക. ചോദ്യം ചോദിക്കാൻ റെഡി ബേബി? ഓ റെഡി ബേബി. എടിഎം 1000 രൂപയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം. ബാറ്റ് ഏത് ജീവിയുടെ ഇംഗ്ലീഷ് നാമമാണ്? ഓപ്ഷൻസ് ഉണ്ട്, അത് വായിക്കാം. ആ ഓക്കെ. ഓപ്ഷൻ എ മൂങ്ങ, ഓപ്ഷൻ ബി എണ്ണാൻ, ഓപ്ഷൻ സി ഓന്ത്, ഓപ്ഷൻ ഡി വവ്വാൽ. ഓപ്ഷൻ ഡി വവ്വാൽ. അതല്ലടി, ഓന്തായിരിക്കും. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്ക്, എന്നിട്ട് എടിഎമ്മിനോട് പറ. ഓപ്ഷൻ ഡി വവ്വാൽ അതന്നെയാണ്. എന്നാ നമുക്ക് എടിഎമ്മിനോട് ചോദിച്ചു നോക്കാം. അപ്പൊ എടിഎം, ഇവർ പറയുന്നത് ഓപ്ഷൻ ഡി വവ്വാലാണ്. ആ ഉത്തരം ശരിയാണോ അതോ തെറ്റാണോ? എടിഎം, ഉത്തരം ശരിയാണോ തെറ്റാണോ? ഓപ്ഷൻ ഡി വവ്വാൽ ശരിയാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇവളാള് കൊള്ളാലോടി. പിന്നല്ല. അപ്പോ 1000 രൂപ കിട്ടിയിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി 2000 രൂപയുടെ ചോദ്യമാണ് ട്ടോ. കായംകുളം നിയമസഭ ഏത് ജില്ലയുടെ ഭാഗമാണ്? ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി പത്തനംതിട്ട, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി കൊല്ലം. ഓപ്ഷൻ സി ആലപ്പുഴ. യെസ്, ഞാനും അതന്നെ, ആലപ്പുഴ. എടിഎം, ഇവർ പറയുന്നത് ഓപ്ഷൻ സി ആലപ്പുഴയാണ്. അത് ശരിയാണോ? എടിഎം, ഉത്തരം ശരിയാണോ തെറ്റാണോ? യെസ്, ശരിയാണ്. 2000 രൂപ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പിന്നെന്താ, പോവാം. ഓക്കേ. 1 മില്യൺ എത്ര ലക്ഷമാണ്? ഓപ്ഷൻ എ 11, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 100. ഓപ്ഷൻ ഡി 10. അതില്ലടി, 11ആണ്. ചേച്ചി, ഇത് ഞാൻ പറഞ്ഞോളാം, അടുത്ത ചേച്ചി പറഞ്ഞോ. ഇതൊക്കെ അറിയാം, ഇത് 10 തന്നെയാണ്. ഇതിലേക്ക് തോറ്റാണ്ടല്ലോ, പെരേക്കടുവാ. അപ്പൊ ഓപ്ഷൻ ബി ഉറപ്പിച്ചോ? ആ ഉറപ്പിച്ചോ. എടിഎം, ഇവർ പറയുന്നത് ഓപ്ഷൻ ബി 10 ആണ്. അത് ശരിയാണോ? എടിഎം, ഉത്തരം ശരിയാണോ തെറ്റാണോ? ഓപ്ഷൻ ബി 10 ശരി ഉത്തരമാണ്. ഡി, ഇവളെ നമുക്കൊന്ന് പൊക്കിയാലോ? അവരുടെ അമ്മയച്ഛനും കേൾക്കണ്ട. ഡി തമ്പുരു, ഇനി അടുത്ത ഉത്തരം ഞാൻ പറയട്ടോ. ഡി പറഞ്ഞോ. അപ്പൊ മക്കളെ, നമുക്ക് 3000 രൂപ കിട്ടിയിരിക്കുകയാണ്. ഇനി 10000 രൂപയുടെ ചോദ്യമാണ്. ആ ചോദിച്ചോ. കൊർട്ടി കീബോർഡിൽ ടീന്റെയും യുവിന്റെയും ഇടയിലുള്ള കീ ഏതാണ്? ഓപ്ഷൻ എ ബി, ഓപ്ഷൻ ബി വൈ, ഓപ്ഷൻ സി ഇ, ഓപ്ഷൻ ഡി പി. എന്താണ് തീരുമാനം? ഓപ്ഷൻ ബി വൈ ആണ് ചേച്ചി, പറ. അല്ല, ഓപ്ഷൻ ബി പി ആണ്. അത് തന്നെയാണോ? ഒന്ന് എടിഎമ്മിനോട് ചോദിച്ചു നോക്കിയേ. എടിഎം, ആ ഉത്തരം ശരിയാണോ? അയ്യോ, എടിഎമ്മിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഒന്നുകൂടെ ചോദിച്ചേ, ഉറക്കെ ചോദിക്ക്, എന്നാലും എടിഎമ്മിന് ഇഷ്ടം. എടിഎം, എന്നെ ഒന്ന് ജയിപ്പിച്ചു തരുമോ? ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ബി വൈ ആണ് ആൻസർ. ഞാൻ നിന്നോട് അപ്പേ പറഞ്ഞാലേ ഞാൻ പറഞ്ഞോണ്ടിരുന്നു. നിനക്ക് പറയണ്ടല്ലേ?
സോറി, ഇനി നീ പറഞ്ഞോ. ഏയ്, എന്തിനാ അങ്ങനെ വിഷമിക്കുന്നേ? നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിൽ ഉത്തരം പറയാട്ടോ. അത് തന്നെ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിൽ ആൻസർ പറ. പോയത് പോട്ടെ, ഇനി അത് ആലോചിച്ചിരിക്കണ്ട. ഒന്ന് ഹാപ്പി ആയിരുന്നേ. ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞേ. ഹലോ ഗൈസ്. ലച്ചു, നീയും കൂടി പറ. ഹലോ ഗൈസ്. ഇപ്പൊ സെറ്റായി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15,000 രൂപയുടെ ചോദ്യം. ഓപ്പറേഷൻ ജാവ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആര്? ഓപ്ഷൻ എ ജോഫിൻ ടി ചാക്കോ, ഓപ്ഷൻ ബി തരുൺ മൂർത്തി, ഓപ്ഷൻ സി അപ്പു എൻ ഭട്ടതിരി, ഓപ്ഷൻ ഡി മാർട്ടിൻ പോക്കാട്ട്. ഇതിൽ ഏതാണ് ഉത്തരം? തരുൺ മൂർത്തി. ATM ഉത്തരം ശരിയാണോ തെറ്റാണോ? ഓപ്ഷൻ ബി തരുൺ മൂർത്തി ശരിയായ ഉത്തരമാണ്. കണ്ടിട്ട് ഞാൻ പറഞ്ഞ ഉത്തരം ശരിയാക്കണേ. കൺഗ്രാറ്റുലേഷൻ തമ്പുരു, നീ നന്നായി പറയുന്നുണ്ടല്ലോ. ഓ താങ്ക് യു. ഇതൊക്കെ എന്ത്, ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 15,000 രൂപ കിട്ടിയിരിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോ. അടുത്തത് 20,000 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് കേട്ട് ഉത്തരം പറയൂ. ഇത് കണ്ടോണ്ടോ എത്ര രൂപ കിട്ടാന്ന്? കാണാം. ആദ്യം ഉത്തരം പറയാൻ നോക്ക്. ഇവയിൽ മണിപ്പൂരിന്റെ അതിർത്തി സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി സിക്കിം, ഓപ്ഷൻ ബി ആസാം. ഓപ്ഷൻ ബി ആസാം ആണ് ഇവർ പറയുന്നത്. അത് ശരിയാണോ അതോ തെറ്റാണോ? ഓപ്ഷൻ ബി ആസാം ശരി ഉത്തരമാണ്. അപ്പോ 20,000 രൂപ ലഭിച്ചിരിക്കുന്നു. 25,000 രൂപയുടെ അടുത്ത ക്വസ്റ്റ്യൻ. ബിൽ ഗേറ്റ്സ് ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ എ നോർവേ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി USA. ഓപ്ഷൻ ഡി USA. അത് ശരി തന്നെയാണോ? പിന്നെ ശരിയാണ്. എന്നാ ATM-നോട് ചോദിക്കാം. മാറ്റണമെങ്കിൽ മാറ്റിക്കോ, പിന്നെ മാറ്റാൻ പറ്റൂല. അങ്ങനെ കൺഫ്യൂഷൻ ആക്കലടോ. ഓക്കെ, എന്നാ നമുക്ക് ATM-നോട് ചോദിക്കാം. ATM ഇവർ പറയുന്നത് ഓപ്ഷൻ ഡി USA ആണ്. അത് ശരിയാണോ അതോ തെറ്റാണോ? യെസ്, അത് ശരിയായ ഉത്തരമാണ്. അപ്പോ 25,000 രൂപ കിട്ടിയിരിക്കുന്നു. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് 35,000 രൂപയുടെ ചോദ്യമാണ്. ശ്രദ്ധിച്ചുത്തരം പറ. രാമനാഥപുരം നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി തെലങ്കാന, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. തമ്പുരു അറിയില്ലെങ്കിൽ നമുക്ക് ലൈഫ് ലൈൻ ഉണ്ട്, അതെടുക്കാം. ഉത്തരം നിനക്ക് ഉറപ്പാണെങ്കിൽ അത് തന്നെ ഇതാക്കാം, അല്ലെങ്കിൽ ലൈഫ് ലൈൻ എടുക്കാം. എന്നാ ലൈഫ് ലൈൻ എടുക്കാം. അതിലെ രണ്ടെണ്ണം പോണില്ലേ? അശരീരിയാണോ? അതെ. എന്നാ ATM-നെ അറിയിക്കാം. ATM ഇവർ ലൈഫ് ലൈൻ എടുക്കുന്നു. അശരീരി. ഓക്കെ. തമ്പുരു, ലച്ചു, ഓപ്ഷൻ സി തെലങ്കാന അല്ല, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് അല്ല. ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ നിന്നും ഏതെങ്കിലും തിരഞ്ഞെടുക്കാം. എന്നിട്ട് ATM-നെ അറിയിക്കൂ. ഓപ്ഷൻ ബി തമിഴ്നാട്. ATM ഇവർ പറയുന്നത് ഓപ്ഷൻ ബി തമിഴ്നാടാണ്. യെസ്, തമിഴ്നാട് കറക്റ്റായ ഉത്തരമാണ്. അങ്ങനെ 35,000 രൂപ കിട്ടിയിരിക്കുന്നു. അടുത്തത് 50,000 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്. സുഡാന്റെ നാണയം ഏത്? ഓപ്ഷൻ എ പൗണ്ട്, ഓപ്ഷൻ ബി യൂറോ, ഓപ്ഷൻ സി റാൻഡ്, ഓപ്ഷൻ ഡി ദീനാർ. ഇനി ലൈഫ് ലൈൻ ഉണ്ടോ? ഇനി നമുക്ക് ലൈഫ് ലൈൻ ഉള്ളത് വീട്ടിലെ താരം ആണ്. വീട്ടിലെ താരത്തോട് ചോദിക്കാം. ആരാണ് വീട്ടിലെ താരം? അമ്മയോട് ചോദിക്കാം. ഹലോ തമ്പുരുവിന്റെ അമ്മയെ കാണാമോ? കാണാം. ക്വസ്റ്റ്യൻ ഇതാണ്. സുഡാന്റെ നാണയം ഏത്? ഓപ്ഷൻ എ പൗണ്ട്, ഓപ്ഷൻ ബി യൂറോ, ഓപ്ഷൻ സി റാൻഡ്, ഓപ്ഷൻ ഡി ദിനാർ. ഓപ്ഷൻ എ പൗണ്ട് ആണ് മോളെ. ഇവർ പറയുന്നത് ഓപ്ഷൻ എ പൗണ്ട് ആണ്. അത് ശരിയാണോ അതോ തെറ്റാണോ? ഓപ്ഷൻ എ പൗണ്ട് ശരിയായ ഉത്തരമാണ്. അങ്ങനെ തമ്പുരുവിന് 50,000 രൂപ കിട്ടിയിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 75,000 രൂപയുടെ ക്വസ്റ്റ്യൻ. എ സ്പോക്ക് ഇൻ ഡിവിൻ എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ എ ദീന മോത്ത, ഓപ്ഷൻ ബി സ്വാതി അവസ്ഥി, ഓപ്ഷൻ സി അമിത കത്തേക്കർ, ഓപ്ഷൻ ഡി മോണോക്ക വർമ്മ. ഉത്തരം അറിയില്ല. പിന്മാറുകയാണോ? അതെ. ലച്ചുവിനും അറിയില്ലേ? എനിക്കും കിട്ടുന്നില്ല. പിന്മാറ. എന്നാ ATM-നെ അറിയിക്കൂ. ATM ഇവർ പിന്മാറുകയാണ്. അപ്പോൾ തമ്പുരു ലച്ചു, നിങ്ങൾക്ക് 50,000 രൂപ കിട്ടിയിരിക്കുന്നു. അത് ATM-നോട് വന്ന് ചോദിച്ചെടുക്കാം. തമ്പുരു എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നേ? 50,000 രൂപ കിട്ടിയില്ലേ? അത് വന്ന് മേടിച്ചു രണ്ടാളും. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എടാ ഡേവി, ഇവരുടെ അച്ഛനും അമ്മനെ കാണണ്ടേ നമുക്ക്? ഇങ്ങനെ സുന്ദരി കുട്ടികളുടെ അമ്മയും അച്ഛനും. ഇത്രയും ബുദ്ധിയുള്ള സുന്ദരിയായ കുട്ടികളെ നോക്കിയവരൊന്ന് കാണണ്ടേ നമുക്ക്? പിന്നല്ല, വിളിക്ക്. തമ്പുരുവിന്റെ ലച്ചുവിന്റെ അമ്മയും അച്ഛനും ഇങ്ങോട്ട് വന്നാണേ.
എങ്ങനെ സുന്ദരിയാവാതിരിക്കന്റെ ദേവി? അച്ഛനും അമ്മയെ നോക്കിയേക്കാ, എന്ത് സുന്ദരികളാ. ഞങ്ങളെക്കാൾ ചൊർക്ക് നിങ്ങളാണല്ലോ. എന്നിട്ട് എന്തിനാ ഞങ്ങളിങ്ങനെ പൊക്കിയടിക്കുന്നേ? ഡാ ചേച്ചി പറയണ കേട്ടോ, നമ്മള് നുണ പറഞ്ഞാണെന്ന്. ഏയ് അല്ലട്ടോ ചേച്ചി, നിങ്ങളെല്ലാരും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓ ആയിക്കോട്ടെ. നിങ്ങളെ മക്കൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയും കുട്ടികൾക്ക് എന്റെ ബുദ്ധിയാണ് കിട്ടിയിരിക്കുന്നതെന്ന്. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞോ, എന്റെ ബുദ്ധിയാണ് ഫുള്ള്. നിങ്ങൾക്ക് കേൾക്കണോ? കുരുത്തക്കേട് കാട്ടിയ അച്ഛന്റെ പോലെ, നല്ലത് എന്തെങ്കിലും ആണെങ്കിൽ അമ്മയുടെ പോലെ. അതച്ഛൻ കാര്യമാക്കണ്ട, അത് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. അങ്ങനെ പെണ്ണുങ്ങളെ ചെറിയാറുണ്ട് കേട്ടോ. ഇവർക്ക് വേറെ വല്ല ഐഡിയ ആർത്താ? അത് തമ്പുരുവിന്റെ പണിയാ. അവൾ ടി വിയിൽ ഇങ്ങനെ പരസ്യം കണ്ടിട്ട് അവൾ മെസ്സേജ് അയച്ചു നോക്കിയതാ. അപ്പൊ വിളിച്ചു, അങ്ങനെ വന്നതാ. ഓൾക്ക് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ഓൾക്ക് ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടാ. ഓ മിടുക്കി കുട്ടി, ഇനി എപ്പോഴും ഇങ്ങനെ തന്നെ ആവണം കേട്ടോ തമ്പുരു. ഇതിപ്പോ ഞാനെന്തിനാ വന്നിട്ടുള്ളത്? എന്നോടൊന്നും ചോദിക്കണല്ലോ, എന്നോടൊന്നും പറയണല്ലോ. എന്താ മോളെ ലച്ചു, നിന്റെ മുഖത്തൊരു സങ്കടം? ഒന്നുമില്ല ചേച്ചി. ഓ നിന്നോട് സംസാരിക്കാത്തോണ്ടാണോ? നീയല്ല അവളുടെ ചേച്ചി, നിന്നെ കണ്ടല്ലേ അവള് പഠിച്ചത്. അപ്പൊ ആരെ ബുദ്ധി അവൾക്ക് കിട്ടിയത്? നിന്റെ ബുദ്ധിയാണ് കേട്ടോ. എന്നാ സങ്കടപ്പെടാതിരിക്ക്. നിങ്ങൾക്ക് ഇപ്പൊ 50,000 രൂപ കിട്ടിയില്ലേ? എടി തമ്പുരു, അതിൽ 25,000 രൂപ അവൾക്ക് കൊടുക്കണ്ടു കേട്ടോ. ആ ചേച്ചി, അപ്പൊ മക്കളെ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ആ ഓക്കെ. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ 3.0 വന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ഉടൻ പണം ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ 1000 അഭിനന്ദനങ്ങൾ. അപ്പൊ തമ്പുരു ആൻഡ് ലച്ചു ആൻഡ് അച്ഛനമ്മ, അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഓക്കെ, താങ്ക് യു.